ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു AutoCAD സെഗ്മെൻറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. AutoCAD സെഗ്മെൻറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൾട്ടിപ്പിൾ പോളി ലൈൻസിൻ്റെ അല്ലെങ്കിൽ ഒന്നിലധികം പോളി ലൈൻസിൻ്റെയോ റെക്റ്റാങ്കിൾസിൻ്റെയോ ലെങ്ത്ത് കണ്ടുപിടിക്കാൻ നമ്മൾ AutoCADിൽ യൂസ് ചെയ്യുന്ന ഒരു എക്സ്റ്റേണൽ ലിസ്പ് ഫയലിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ വിത്ത് അവർ വീഡിയോ. സോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു 27 ഫ്ലോർ ടവർ പ്രോജക്റ്റിൻ്റെ ബേസ്മെൻറ്റ് 2 ഡ്രോയിങ് ആണ്. സോ ഈ ഒരു ബേസ്മെൻറ്റ് 2 ഡ്രോയിങ്ങിൽ എനിക്ക് കണ്ടുപിടിക്കേണ്ടത് നിങ്ങൾ കാണുന്ന ഈ ഒരു സെൻറ്റർ പോർഷനിൽ കാണുന്ന കോർവാൾ എന്ന് പറഞ്ഞ ഒരു സ്ട്രക്ചറിൻ്റെ ഫോമർ ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, സോ ഫോമർ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ ലെങ്ത്ത് വേണം, ഔട്ടർ സൈഡ് ലെങ്ത്ത് വേണം. ലെങ്ത്തിന് ശേഷം ലെങ്ത്ത് മൾട്ടിപ്ലൈഡ് ബൈ ഇതിൻ്റെ ഈ ഒരു ഫ്ലോറിൻ്റെ ഹൈറ്റാണ് നമുക്ക് ഫോമർ ക്വാണ്ടിറ്റി തരുന്നത്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇതിന് ചുറ്റും ഒരു പോളിലൈൻ വരക്കാം. ഓക്കെ, സോ പോളിലൈൻ ഞാൻ ആൾറെഡി ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇതിനെ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം. ഓക്കെ, സോ ഈ ഒരു പോളിലൈനിന് ഞാനൊരു ലെയറായിട്ട് സേവ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ആൾറെഡി കോർവാൾ ഫോംവർക്ക് എന്ന് പറഞ്ഞ ഒരു ലെയറായിട്ട് സേവ് ചെയ്തിട്ടുണ്ട്. സോ നമുക്കിതിനെ ഒന്ന് ഐസൊലേറ്റ് ചെയ്യാം. ഈ ഒരു ലെയറിനെ മാത്രമായിട്ട് നമുക്കൊന്ന് ഐസൊലേറ്റ് ചെയ്യാം നമ്മളെ കാൽക്കുലേഷൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് LAY ISO എന്ന് പറഞ്ഞ കമാൻഡ് കൊടുക്കാം. ടൈപ്പ് ചെയ്യുമ്പോൾ കീബോർഡിൽ നമ്മൾ LAY ISO എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ആൾറെഡി ഇതിൽ ഡിസ്പ്ലേ ആയിട്ട് കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ലെയറിനെ മാത്രമായിട്ട് ഐസൊലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, സോ അതിനുശേഷം നമുക്ക് യൂഷ്വലി ലെങ്ത്ത് കാണാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കമാൻഡാണ് LI എൻ്റർ. ഓക്കെ, LI എൻ്റർ. LI എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ലിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനാണ്. ലിസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ LI എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ലെങ്ത്തും അതുപോലെ തന്നെ അതിൻ്റെ ഏരിയയും ഇൻക്ലൂഡ് ഏരിയയും ഇവിടെ ഡിസ്പ്ലേ ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, പക്ഷേ ഇത് നമുക്ക് ഒരു ഐറ്റത്തിൻ്റെ ലെങ്ത്ത് മാത്രം കണ്ടുപിടിക്കാം. പക്ഷേ മൾട്ടിപ്പിൾ ലൈൻസ് നമുക്കുണ്ട് എങ്കിൽ ഇതിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു എക്സ്റ്റേണൽ ഫയൽ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ആ എക്സ്റ്റേണൽ ഫയലാണ് ഇവിടെ നിങ്ങൾ കാണുന്ന എൻ്റെ ഒരു ഡെസ്ക്ടോപ്പിൽ കാണുന്ന TLN പോളിലൈൻ എന്ന് പറഞ്ഞ ഈ ലിസ്പ് ഫയൽ. ഈ ഫയലിനെ നിങ്ങൾക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ, ഈ വീഡിയോക്ക് താഴെ കൊടുത്തിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, സോ നമുക്കിതിൻ്റെ ലെങ്ത്ത് കാണാം. അപ്പോൾ ലെങ്ത്ത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഡെസ്ക്ടോപ്പിൽ കിടക്കുന്ന ആ ഒരു ഫയലിനെ AutoCADിലേക്ക് ലോഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കിവിടെ മുകളിൽ കാണുന്ന ഹോം ഇൻസേർട്ട് അനോട്ടേറ്റ് എന്ന് പറയുന്ന ഈ ഒരു ടാബിൽ മാനേജ് എന്ന് പറയുന്ന ഒരു ടാബ് കാണാം. മാനേജ് ക്ലിക്ക് ചെയ്താൽ അതിൽ ലോഡ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. സോ ലോഡ് ആപ്ലിക്കേഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. ഈ ആപ്ലിക്കേഷൻ ലോഡ് ചെയ്യാനുള്ള മറ്റൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇതിൽ കാണും ആപ്പ് ലോഡ് എന്ന് പറയുന്ന കമാൻഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആപ്പ് ലോഡ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കമാൻഡ് ബോക്സിൽ ജസ്റ്റ് APP LOAD, അപ്പോൾ APP എന്ന് ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അതിൽ അതിൻ്റെ സെർച്ചിൽ നമുക്ക് അതിൻ്റെ ലിസ്റ്റിൽ കാണാൻ കഴിയും ആപ്പ് ലോഡ്. ആപ്പ് ലോഡ് ക്ലിക്ക് ചെയ്താലും നമുക്ക് സെയിം ഡയലോഗ് ബോക്സ് തന്നെ നമുക്ക് ഡിസ്പ്ലേ ആയി കാണാം. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഡയലോഗ് ബോക്സിൽ നമ്മുടെ ഈ ലിസ്പ് ഫയൽ എവിടെയാണ് സേവ് ചെയ്തിട്ടുള്ളത് എങ്കിൽ ആ സേവ് ചെയ്ത ലൊക്കേഷനിലേക്ക് നമുക്ക് പോകണം. അപ്പോൾ ഞാൻ എൻ്റെ സിസ്റ്റത്തിൽ ഇത് ഡെസ്ക്ടോപ്പിലാണ് സേവ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഒരുപക്ഷെ ഡൗൺലോഡ്സിലാണെങ്കിൽ ഡൗൺലോഡ്സിൽ നിങ്ങൾക്ക് ആ ഫയൽ സെലക്ട് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ സേവ് ചെയ്ത ഡെസ്ക്ടോപ്പിലായതുകൊണ്ട് ഡെസ്ക്ടോപ്പിൽ ക്ലിക്ക് ചെയ്യാം, ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിൽ ഡെസ്ക്ടോപ്പിലുള്ള ഫയൽസിൽ നിങ്ങൾക്ക് ലിസ്പ് ഫയൽ കാണാം. ലിസ്പ് ഫയൽ ക്ലിക്ക് ചെയ്തിട്ട് ലോഡ് ചെയ്യാം. ഓക്കെ, ലിസ്പ് ഫയൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഫയൽ നെയിമിൽ TLN പോളിലൈൻ എന്ന് പറഞ്ഞ നെയിം കാണാം. അതിനുശേഷം ലോഡ് ചെയ്യാം. ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് താഴെ TLN പോളിലൈൻ .lsp സക്സസ്ഫുള്ളി ലോഡഡ് എന്ന് പറഞ്ഞ ഒരു ഡയലോഗ് കാണാം. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു ഡയലോഗ് ബോക്സ് ക്ലോസ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പോർഷൻ നിങ്ങൾ കാണുന്ന ഈ കംപ്ലീറ്റ് പോർഷനെ ഒരുമിച്ച് സെലക്ട് ചെയ്ത് TLN എന്ന് ടൈപ്പ് ചെയ്യുക. TLN. ഓക്കെ, TLN എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റർ ചെയ്താൽ നിങ്ങൾക്കിതിൻ്റെ ടോട്ടൽ ലെങ്ത് കണ്ടുപിടിക്കാൻ കഴിയും. 232.59 യൂണിറ്റ്സ് ആണ് ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്. സോ ഈ രീതിയിൽ നിങ്ങൾക്ക് ഇതുപോലെ മൾട്ടിപ്പിൾ പോളി ലൈൻസ്, ഓക്കെ, എത്ര പോളി ലൈൻസ് വേണോ അത്രയും പോളി ലൈൻസിൻ്റെ ടോട്ടൽ ലെങ്ത്ത് ജസ്റ്റ് 1 ക്ലിക്കോടെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. ഓക്കെ, സോ ഒരു തവണ നിങ്ങളിപ്പോൾ മറ്റൊരു CAD ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, 1 more ടൈം ഈ ലിസ്പ് ഫയൽ ഓരോ CAD ഫയൽ ഓപ്പൺ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ലിസ്പ് ഫയൽ ലോഡ് ചെയ്യേണ്ടതുണ്ട്.
ഇതിൻ്റെ ഒരു ലെങ്ത്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു ഡ്രോയിങ് ഫയലിൽ നിങ്ങൾക്ക് ലെങ്ത്ത് കണ്ടുപിടിക്കാൻ അതിൽ ആൾറെഡി ഒരു തവണ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ആൾറെഡി അതിലുണ്ടാവില്ല. മറ്റൊരു ഡ്രോയിങ് ഫയലിൽ നിങ്ങൾ വീണ്ടും ഇതേപോലെ ലോഡ് ആപ്ലിക്കേഷൻ കൊടുത്ത് അതിലേക്ക് ലോഡ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, സോ ഇതാണ് നമുക്ക് ടീലൻ പോളിലൈൻ. ടീലൻ പോളിലൈനിൻ്റെ ഫയൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. സോ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു AutoCAD ടൂളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.